കാട് പിടിച്ച സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ തെളിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് കരുനാഗപ്പള്ളിയിലും നടപ്പാക്കണമെന്ന ആവശ്യം. നഗരപരിധിയിലും സമീപ പഞ്ചായത്തുകളിലും നിരവധി പ്രദേശങ്ങളാണ് കാട് പിടിച്ചു കിടക്കുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമ സ്ഥലത്തില്ലെങ്കിൽ സ്ഥല ഉടമയെ കണ്ടെത്തുമ്പോൾ ചിലവ് ഈടാക്കാമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. സ്ഥലമുടമ ആരാണെന്ന് കണ്ടെത്താനായില്ലെങ്കിലും വിഷപ്പാമ്പുകളുടെ താവളമായി കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ വെട്ടിത്തെളിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് കരുനാഗപ്പള്ളിയിലും നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. നഗരസഭയിലും സമീപ പഞ്ചായത്തുകളിലും നിരവധി പ്രദേശങ്ങളാണ് കാട് പിടിച്ചു കിടക്കുന്നത്. കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തിന്റെ ഉടമയെ കണ്ടെത്തുമ്പോൾ ചെലവ് ഈടാക്കാമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വിധിയിൽ വ്യക്തമാക്കിയിരുന്നു. സ്ഥലമുടമ ആരാണെന്ന് കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കയ്യും കെട്ടി നിൽക്കാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടകരമായ സാഹചര്യമാണെങ്കിൽ ഉടമയ്ക്ക് നോട്ടീസ് നൽകി കാത്തിരിക്കേണ്ടതില്ല. കേരള പഞ്ചായത്തി രാജ് ആക്ട് 238, 239 വകുപ്പുകൾ പ്രകാരം ഇത്തരം ശല്യങ്ങൾ നീക്കം ചെയ്യാൻ തദ്ദേശ സ്ഥാപനത്തിന് അധികാരമുണ്ട്. ഉടമയെ അറിയില്ലെങ്കിൽ പോലും പഞ്ചായത്ത് സ്വന്തം നിലയ്ക്ക് കാട് വെട്ടിത്തെളിക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. ഈ സാഹചര്യത്തിലാണ് കരുനാഗപ്പള്ളിയിലും സമീപ പ്രദേശത്തുമുള്ള കുറ്റിക്കാടുകൾ വെട്ടിത്തെളിക്കണമെന്ന ആവശ്യം ഉയരുന്നത്. ഇഴജന്തുക്കൾക്കൊപ്പം കാട്ടുപന്നികളുടെ ഉൾപ്പെടെ ശല്യം പ്രദേശത്ത് വ്യാപകമാണ്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.